ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ജപമാലയുടെ അപ്പസ്തോലൻ എന്ന് വിശേഷിക്കപ്പെടുന്ന വാഴ്ത്തപ്പെട്ട ബർട്ടലോ ലോങ്കോ. അത്യത്ഭുതകരമായ ജീവിതമാണ് ഈ വിശുദ്ധ വ്യക്തിത്വത്തിൻ്റേത്. പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഒരു വ്യക്തിയെ ദൈവം എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നതിനുള്ള വലിയ ഉദാഹരണമാണ് ഈ വിശുദ്ധ വ്യക്തിത്വത്തിൻ്റെ ജീവിതം. ബർട്ടലോ ലോങ്കോ ഇറ്റലിയിലാണ് ജനിച്ചത്. ഒരു പ്രഭു കുടുംബത്തിൽ, സമ്പന്നരായ മാതാപിതാക്കൾ. അപ്പനൊരു ഡോക്ടറായിരുന്നു. മൂത്തൊരു സഹോദരിയുണ്ട്, താഴെ ഒരു അനുജനുണ്ട്. അമ്മ മോനെ മക്കളെ എല്ലാവരെയും ദൈവസ്നേഹത്തിൽ വളർത്തി മോനെ മാതാവിന് സമർപ്പിച്ചു. ജപമാലയെക്കുറിച്ചെല്ലാം ഈ മോന് പറഞ്ഞു കൊടുത്തു പ്രത്യേകമായിട്ട്. ചെറുപ്രായത്തിൽ കുറുമ്പനായിട്ടാണ് ബർട്ടലോ ലോങ്കോ വളർന്നത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. നന്മ ഒത്തിരിയുണ്ട്, എങ്കിലും പെട്ടെന്ന് കുറുമ്പുകൾ കാണിക്കും. പഠിക്കാനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ മറ്റുള്ളവരെ പെട്ടെന്ന് അനുകരിക്കും. ആരെ എവിടെ എന്തു കണ്ടോ അത് അനുകരിക്കും. ചിലപ്പോൾ അത് കളിയാക്കലായിരിക്കാം, ചിലപ്പോൾ അത് ഗൗരവമുള്ള അനുകരിക്കലായിരിക്കും. 6 വയസ്സായപ്പോൾ ഈ കുഞ്ഞിനെ അടുത്തുള്ള ഒരു സ്കൂളിൽ ചേർത്തു. അത് വൈദികരുടെ സ്കൂളാണ്. വൈദികരുടെ സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ കുട്ടിക്ക് വിശ്വാസം ലഭിച്ചു. ആഴമായിട്ടുള്ള കാറ്റഗിസം ഒക്കെ പഠിച്ചു. ദൈവസ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞു. അതിനിടയിൽ 10 വയസ്സിൽ കൊച്ചിൻ്റെ അപ്പൻ മരിച്ചു. ഒത്തിരി സ്നേഹിച്ചിരുന്ന അപ്പൻ മരിച്ചു പോയപ്പോൾ ഏറെ വേദനയായി. തുടർന്ന് അമ്മ 2ാമതും കല്യാണം കഴിച്ചു. അതൊരു നിയമപണ്ഡിതനെയാണ്. സ്നേഹത്തോടു കൂടെ തന്നെ അവർ മക്കളെയൊക്കെ വളർത്തി. എങ്കിലും കുട്ടിയുടെ ഉള്ളിലൊരു ശൂന്യത എങ്ങനെയോ അറിയാതെ വന്നു. ഇവൻ പഠിച്ച് വളരുന്ന പ്രായത്തിൽ അവൻ പറഞ്ഞു, എനിക്കൊരു ലോയർ ആകാനാണ് എനിക്കും ഇഷ്ടം. അപ്പോൾ അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ ലോ പഠിക്കാനായിട്ട് പോയി. 16 വയസ്സുള്ളപ്പോൾ നേപ്പിൾസിലേക്കാണ് നിയമം പഠിക്കാനായിട്ട് പോയത്. പഠനം അവിടെ തുടരുന്നു. നിയമം പഠിക്കാനായിട്ട് പോയ കോളേജിൻ്റെ അവസ്ഥ, അവിടുത്തെ പ്രൊഫസേഴ്സ് വരെ സഭയ്ക്കെതിരാണ്. ഇങ്ങനെ സഭയ്ക്കെതിരായിട്ടുള്ള സംസാരങ്ങൾ വന്നപ്പോൾ ഇവൻ്റെ ഉള്ളിലൊരു അവ്യക്തത വന്നു. അപ്പോൾ എവിടെയാണ് സത്യം? എന്താണ് സത്യം? ഞാൻ എന്തിനെയാണ് കൂട്ടുപിടിക്കേണ്ടത്? ഉള്ളിലൊരു അസ്വസ്ഥത, ഭിന്നത അവിടെ വന്നപ്പോൾ തന്നെ സത്യം അന്വേഷിക്കാനുള്ള ഒരു ഭയങ്കര ആഗ്രഹവും അസ്വസ്ഥതയെല്ലാം കൂടി വന്നു. അങ്ങനെ അവൻ സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിലെ മറ്റൊരു പ്രത്യേകത ഒക്കൾട്ട്, നിരീശ്വരവാദം അല്ലെങ്കിൽ സാത്താനിക ആരാധന, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ നാട്ടിൽ നിലനിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇവൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും സത്യം എന്താണ്, ദൈവം എവിടെ എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. അത് മനുഷ്യനിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഒരു വലിയ ആഗ്രഹമാണല്ലോ. ദൈവം സൃഷ്ടിച്ച മനസ്സിനെ ദൈവത്തിന് അർഹതപ്പെട്ടതായതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കാനുള്ള ഒരു അഭിവാഞ്ച മനസ്സിലുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ ബർട്ടലോ ഇങ്ങനെ അന്വേഷിച്ചു, എവിടെയാണ് സത്യം, എവിടെയാണ് ദൈവം? അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, വാ ഇവിടെ നമ്മുടെ മീറ്റിംഗ് ഉണ്ട്, ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചെന്ന് പെട്ടത് സാത്താനിക ആരാധന നടത്തുന്ന കേന്ദ്രത്തിലാണ്. അവിടുത്തെ പ്രത്യേകത എന്താണ്? അവിടെ ഒരു ആത്മാവിനോട് സംസാരിക്കുന്ന കൂട്ടരാണ്. അപ്പോൾ അവിടെ കൂടുന്ന യുവാക്കൾക്കെല്ലാം ആഗ്രഹം ഒരു എക്സ്ട്രാ വേൾഡിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവറുമായിട്ട്, അതീന്ദ്രിയ പവറുമായിട്ടുള്ള ഒരു ശക്തി ലഭിക്കണം, അവരോട് സംസാരിക്കണം, അങ്ങനെയുള്ളൊരു വിശ്വാസമാണ്. അപ്പം ഇത് ദൈവത്തിൽ നിന്ന് അല്ലാത്ത ഒരു രീതിയാണ്, ദൈവത്തിൽ നിന്നല്ലാത്ത ഒരു സ്പിരിറ്റാണ്, ഒരു സാറ്റാനിക സ്പിരിറ്റാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഇന്നുമുണ്ട്, പല സിനിമകളിലുണ്ട്, ഓജോ ബോർഡ് കളിയൊക്കെ ഇന്നുമുണ്ട്. ചിലപ്പോൾ നമുക്ക് അനുദിന ജീവിതത്തിൽ ഇങ്ങനെയുള്ളവരെ കണ്ടുമുട്ടേണ്ടി വരും. എൻ്റെ മുൻപിൽ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് പേരിങ്ങനെ വന്നത് എനിക്ക് പരിചയമുണ്ട്. മുതിർന്നവർ വന്നിട്ടുണ്ട്, യുവാക്കൾ വന്നിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന കളിയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രത്യേകത, അവരൊരു താളം തെറ്റിയ പോലെയാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കുടുംബത്തോട് സ്നേഹമില്ല, കുടുംബത്തിൽ ഭിന്നത അവർ കാണിക്കുന്നു, പഠിക്കാൻ പറ്റുന്നില്ല, കോളേജിൽ പോകുന്നില്ല, കളി തന്നെ കളി. അതുകൊണ്ടാണ് മീഡിയയിലുള്ള കുറേ കളികൾക്ക് ഇതുപോലൊരു ബന്ധമുണ്ടെന്ന് നമ്മൾ പറയുന്നത്. ഓജോ ബോർഡ് കളി, മീഡിയയിൽ നിന്നാണ് അവരത് പഠിക്കുന്നത്. അത്തരമൊരു കളിയാണ് അന്ന് ബർട്ടലോ ലോങ്കോയും കളിച്ചത്.
അവരിങ്ങനെ കൂട്ടുകൂടിയിരുന്ന എല്ലാ കൂട്ടുകാരെല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടുകൂടിയിരിക്കും. എന്നിട്ട് പറയുമ്പോൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ അവരോരോ പ്ലേ കളിക്കും, ഓരോ സൈൻ കൊടുക്കും. അപ്പോൾ ആത്മാവ് സംസാരിക്കുമെന്നാണ് അവർ പറയുന്നത്. അതൊരു ദുരാത്മാവാണ്, സാറ്റാനിക് ആത്മാവാണ് ഈ ഡിസീസ്ഡ് മെമ്പേഴ്സിൻ്റെ രൂപത്തിൽ, മരിച്ചുപോയ ആത്മാക്കളുടെ രൂപത്തിൽ വന്ന് സംസാരിക്കുക. ഞാൻ ഈ ബർട്ടലോലോങ്കോയുടെ വാഴ്ത്തപ്പെട്ട ഈ വിശുദ്ധ വ്യക്തിത്വത്തിൻ്റെ കഥ നിങ്ങളോട് പറയുമ്പോൾ ഇത് കളിച്ചവർ സംസാരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, ഇത് കളിച്ചാൽ, ഇങ്ങനെയുള്ള ആത്മാക്കളോട് സംസാരിച്ചാൽ അവർ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവർ സത്യം പറയില്ല. സത്യദൈവത്തെക്കുറിച്ച് സംസാരിച്ചാൽ അവർ സത്യം പറയില്ല. മനുഷ്യരെ കബളിപ്പിക്കുന്ന മിഥ്യായ കാര്യങ്ങളിൽ അവർ സത്യം പറഞ്ഞതായിട്ട് കേൾക്കുന്നവർക്ക് തോന്നും. അപ്പോൾ കേൾക്കുന്നവർ പെട്ടെന്ന് അതിൽ വിശ്വസിച്ച് അതിൻ്റെ പുറകെ പോകും. എറ്റേണലായിട്ടുള്ള സത്യങ്ങളെക്കുറിച്ച് അവർ മിണ്ടില്ല, വാ തുറക്കില്ല. കർത്താവിനെ കുറിച്ച് അവർ മിണ്ടില്ല എന്നാണ് എന്നോട് തന്നെ ഒരു വ്യക്തി നേരിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ഈ കളിയിൽ ചതിയിൽ പെട്ട വ്യക്തി. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലാണ് ഈ ബർട്ടലോലോങ്കോ ചെന്ന് പെട്ടത്. അപ്പോൾ ബർട്ടലോലോങ്കോയ്ക്ക് തോന്നിയ ഇതാണ് സത്യം, ഇവിടുന്ന് എല്ലാത്തിനും ഒരു ഉത്തരമുണ്ടല്ലോ, ചോദിക്കുന്നതിനോടൊക്കെ ഈ സ്പിരിറ്റ് ഉത്തരം പറയുന്നത് കൊണ്ട് ഇവിടെ ഉത്തരമുണ്ടല്ലോ, ഇതാണല്ലോ എറ്റേണിറ്റി എന്ന് വിചാരിച്ചു പോയി, അതിൽ പെട്ടു. അവർ ഏറ്റവും അധികം ചെയ്തത് അവർ സാക്രമെൻസിനെ എതിർത്ത് പറഞ്ഞു. കൂദാശകളെ, കത്തോലിക്ക വിശ്വാസത്തെയൊക്കെ പബ്ലിക്കായിട്ട് എതിർത്ത് പറഞ്ഞു. അവിടെ ഇരുന്ന് തന്നെ സഭയെ അവർ മോശമായിട്ട് പറഞ്ഞു. ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ ബർട്ടലോലോങ്കോയുടെ ഉള്ളിലൊരു അറിയാതെ ഇവരുടെ ഈ സ്പിരിറ്റിൻ്റെ ഒക്കെ ഒരു എല്ലാ തരത്തിലുള്ള ആചാരങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഉള്ളിലൊരു അവ്യക്തത വന്നു, ഒരു സമാധാനമില്ലായ്മ, ഒരു സന്തോഷമില്ലായ്മ. ആദ്യം വിചാരിച്ചു ഇതൊക്കെ വലിയ സന്തോഷമാണെന്ന്. പിന്നെ സാത്താൻ്റെ അടവാണ് ആദ്യം സന്തോഷം കൊടുത്തിട്ട് പിന്നെ ഒരു ദുഃഖത്തിലേക്ക് നയിക്കുക എന്നുള്ളത്. പിന്നെ ദുഃഖം വരാൻ തുടങ്ങി. പ്രിയപ്പെട്ട പുത്രനായ ബർട്ടലോലോങ്കോ ഇങ്ങനെ പോയത് കുടുംബാംഗങ്ങൾ കാണുന്നുണ്ട്. സാറ്റാനിക് പ്രീസ്റ്റ് പോലും അവനായി എന്നാണ് പറയണത്. എന്നാൽ എനിക്കും ഇതിൻ്റെ ഒരു പ്രീസ്റ്റ് ആകണം, സാറ്റാനിക് പ്രീസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. എന്നിട്ട് അതിനുള്ള ത്യാഗങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് പ്രീസ്റ്റായി. അതും കൂടി അവൻ ചെയ്തു, മറ്റുള്ളവരെയും കൂടി ഇതിലേക്ക്, തിന്മയിലേക്ക് നയിച്ചു. ഇതറിഞ്ഞ വീട്ടുകാർ ഇവന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ബർട്ടലോലോങ്കോ മകനെ രക്ഷിക്കണേ എന്ന്. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ഇവൻ്റെ ഈ അസ്വസ്ഥത കണ്ടും ഇവനെ ഇങ്ങനെ സത്യം അന്വേഷിക്കുന്നത് കണ്ടപ്പോൾ അവിടെ തന്നെയുള്ള ഒരു പ്രൊഫസറിൻ്റെ അടുത്തേക്ക് ഇവൻ ചെന്നു. നല്ല ഒരു പ്രൊഫസർ അവിടെ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് പ്രൊഫസേഴ്സേ അന്നത്തെ കാലഘട്ടത്തിൽ അവരുണ്ടായിരുന്നുള്ളൂ. എല്ലാവരെയും ഇത്തരം ചിന്താഗതികൾ പിടികൂടിയത് കൊണ്ട് സത്യസന്ധമായ വിശ്വാസത്താൽ നയിക്കപ്പെടുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. ആ പ്രൊഫസറുടെ അടുത്തേക്ക് ചെന്നു. പ്രൊഫസർ ഞാൻ ഹാപ്പിയാണെന്ന് വിചാരിച്ച് ഞാൻ ഇതിനകത്ത് പോയി. അപ്പോൾ പ്രൊഫസർ പറഞ്ഞു, ബർട്ടലോലോങ്കോ, നീ പോകുന്ന ഈ വഴി തെറ്റാണ്. ഈ സാറ്റാനിക് വിശ്വാസത്തിൽ നിന്ന് നീ മാറണം, ഈ ആരാധനയിൽ നിന്ന് നീ മാറണം. നീ വിചാരിക്കും ഇത് നിനക്കൊരു വലിയ സന്തോഷം നൽകുന്നു, ഇത് നിന്നെ രക്ഷയിലേക്ക് നയിക്കുമെന്ന്. എന്ന് നീ ഇത് ഉപേക്ഷിക്കുന്നുവോ അന്ന് നിനക്ക് സമാധാനത്തിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു രക്ഷ ആഗ്രഹിച്ചിരുന്ന ബർട്ടലോലോങ്കോ ഈ പ്രൊഫസർ പറഞ്ഞതെല്ലാം കേട്ടു. തുടർന്ന് ഈ പ്രൊഫസർ തന്നെ ഒരു ഡൊമിനിക്കൻ അച്ഛൻ്റെ അടുത്തേക്ക് ആക്കി കൊടുത്തു. ഡൊമിനിക്കൻസിന് ഇതിനൊക്കെ ഇവർ സംസാരിച്ചിരുന്നതാണ് ഇവരുടെ ഗ്രൂപ്പിൽ. അച്ഛനോട് പറഞ്ഞു, അച്ഛാ സംസാരിക്കണം. അപ്പോൾ ഈ അച്ഛൻ അടുത്തിരുന്ന് ബർട്ടലോലോങ്കോട് സംസാരിക്കും. മോനെ, നീ വേണ്ട എന്ന് പറഞ്ഞ ഈ ഈശോ ഉണ്ടല്ലോ, വിശ്വാസമുണ്ടല്ലോ, ഈ ജപമാലയുണ്ടല്ലോ, അതിലേക്കെല്ലാം തിരിച്ചു വാ. അത് മാത്രമേ നിനക്ക് നിത്യമായിട്ടുള്ളൊരു സന്തോഷം നൽകുള്ളൂ. അപ്പോൾ ഇവൻ യഥാർത്ഥത്തിൽ ഉള്ളിൽ നല്ലവനാണ്, സത്യം അന്വേഷിക്കുന്നവനാണ്, ഉള്ളിൽ ദൈവത്തിൻ്റെ ഒരു അംശമുണ്ട്, അറിയാതെ തെറ്റിപ്പോയതാണ്, അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ അവൻ റെഡിയായിട്ട് കേട്ടു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, കണ്ടോ ഈ വഴികളെല്ലാം തെറ്റിപ്പോയി, നീ ദൈവത്തോട് മാപ്പപേക്ഷിക്ക്, കുമ്പസാരിക്ക്, വീണ്ടും കൂദാശകളിലേക്ക് വാ. അങ്ങനെ കുറേ ദിവസങ്ങൾ, ഒരു മാസത്തോളം ഈ അച്ഛനുമായിട്ട് ഡെയിലി കുറേ മണിക്കൂറുകൾ സംസാരിച്ചു. തൻ്റെ ഉള്ളിലുള്ളതെല്ലാം പറഞ്ഞു, തൻ്റെ അവസ്ഥകളെല്ലാം പറഞ്ഞു, താൻ ചെയ്തതെല്ലാം പറഞ്ഞു. അവസാനം എല്ലാം പറഞ്ഞ് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അങ്ങനെ തിന്മയിലേക്ക് പോയ, സാറ്റാൻ്റെ പിടിയിലായിപ്പോയ ആ ബർട്ടലോലോങ്കോ ആ വിശുദ്ധിയിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക്, പരിശുദ്ധാത്മാവിലേക്ക് വന്നു. അവൻ പറഞ്ഞു, ഞാൻ എന്തെന്നില്ലാത്തൊരു സന്തോഷം ഇപ്പോൾ അനുഭവിക്കുന്നു, ഞാൻ അറിയാതെ തെറ്റിപ്പോയല്ലോ. തുടർന്ന് അവൻ ഒരു ദിവസം വീണ്ടും അവൻ പറയുന്നത്, തിരിച്ച് ഈശോയിലേക്ക് വന്നതിന് ശേഷം പറഞ്ഞു, ഇതിൻ്റെ ഒരു പരിഹാരമായിട്ട് എനിക്ക് അങ്ങോട്ട് വീണ്ടും പോകണം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ
അവിടെ ജപമാലകളെക്കുറിച്ച് പറയുന്ന, ജപമാല ഭക്തിയിൽ ജനങ്ങളെയെല്ലാം വർദ്ധിപ്പിക്കുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു, ഖ്യാദ്രിൻ എന്നു പേരുള്ള ഒരു സ്ത്രീ. അതുപോലെ തന്നെ തിരുഹൃദയ ഭക്തിയിൽ ജനങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടെല്ലാം തൻ്റെ ജീവിതം സമർപ്പിച്ചിരുന്ന സ്ത്രീയാണ്. ആ സ്ത്രീയുടെ പ്രാർത്ഥനകളിലെല്ലാം ഇവന് വേണ്ടിയിട്ട്, ബർട്ടലോലോങ്കയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് പതുക്കെ ബർട്ടലോലോങ്കയും പോയി. അങ്ങനെ ആ ജപമാലയുടെ മാതാവിൻ്റെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എല്ലാ സ്നേഹം അവൻ അധികമായിട്ട് അനുഭവിച്ചറിഞ്ഞു. അപ്പോൾ ഒരു സമയം പറഞ്ഞു, ഞാനൊന്ന് പോട്ടെ, ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരം. ഒത്തിരിയേറെ ആത്മാക്കൾ ആ സാത്താനിക ആരാധനയിൽ പോയിട്ട് നശിക്കുന്നുണ്ട്. അവരെ രക്ഷിക്കണം, അവരോട് പറയണം അത് തെറ്റാണ്, അത് നമ്മളെ വെറുതെ പ്രലോഭിപ്പിക്കുന്നതാണ്, തിന്മയാണ്, ആത്മാവിൻ്റെ നാശമാണ് അവിടെ എന്ന് എനിക്ക് അവരോട് പറയണം, അവരെയും രക്ഷിക്കണം. എന്നിട്ട് ഒരു ദിവസം അങ്ങനെ പോകുന്നുണ്ട്, ഈ കൊന്ത പിടിച്ചിട്ട്, അതുപോലെ തന്നെ അത്ഭുത കാശുരൂപം കൈ പിടിച്ചിട്ട് അവിടെ പോയിട്ട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, ഇത് തെറ്റാണ്, ഞാൻ ഒരിക്കൽ ഇത് ചെയ്തു, അത് തെറ്റാണ്, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പിന്മാറണം. പ്രിയപ്പെട്ടവർ, ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുന്നത്, 2003 സഭ ജനങ്ങളോട് പറഞ്ഞിരുന്നു, ഒത്തിരിയേറെ ആളുകൾ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യുവജനങ്ങളെയും മക്കളെയും എല്ലാം ഈ തെറ്റായ രീതികളിൽ നിന്ന് രക്ഷിക്കണം, നിങ്ങൾ മുൻകൈ എടുക്കണം, സഭയോട് ചേർന്ന് നിൽക്കണം, സത്യവിശ്വാസത്തിനെതിരായിട്ട് എവിടെയെല്ലാം പോകുന്നുവോ അതിൽ നിന്നെല്ലാം മാറാനായിട്ട് എല്ലാവരെയും പഠിപ്പിക്കണം, പ്രചോദിപ്പിക്കണം, മക്കളെയെല്ലാം രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ അതും കൂടി ഓർത്തു പോവുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ കൺമുമ്പിൽ ഇന്നുമുണ്ട് ഈ വിശുദ്ധ വ്യക്തിത്വം. എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് ഉള്ളിൽ പ്രാർത്ഥിക്കുകയാണ്. കാരണം എത്രയോ പേരാണ് കൺമുമ്പിൽ നശിച്ചു പോകുന്നത് സത്യമറിയാതെ. ഇന്നത്തെ ട്രെൻഡ് കൂടിയാണ് അങ്ങനെ. അപ്പോൾ ബർട്ടലോലോങ്കോ അങ്ങനെ കർത്താവിലേക്ക് പൂർണ്ണമായിട്ടും വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മറ്റൊരു ലേഡി ഉണ്ടായിരുന്നു, മരിയന്ന. ഇതിൻ്റെ ഇടയിലും, ഈ അസ്വസ്ഥതകളുടെ ഇടയിലും താൻ പഠിച്ചുകൊണ്ടിരുന്ന നിയമ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളെല്ലാം ആ നാട്ടിൽ ചെയ്തു. അങ്ങനെയാണ് മരിയാന എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് പരിചയപ്പെടുന്നത്. ആ മരിയന്ന എന്ന് പറയുന്ന സ്ത്രീയും നാട്ടിൽ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. മരിയന്ന ഒരു കുടുംബിനിയായിരുന്നു, പക്ഷെ ഒരു വിധവയായി. എങ്കിലും നാട്ടിൽ നന്മ ചെയ്തുകൊണ്ട് തൻ്റെ ധനമെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെയും പരിചയപ്പെട്ടു. അങ്ങനെ ഈ വ്യക്തിയുടെ കൂടെ ആ നാട്ടിലെല്ലാം പരിചയപ്പെട്ടപ്പോഴാണ് അറിയുന്നത്, ഒത്തിരിയേറെ യുവജനങ്ങളും വ്യക്തികളും സത്യം എന്തെന്നറിയാതെ, വിശ്വാസം എന്തെന്നറിയാതെ നടക്കുന്നുണ്ടെന്ന്. ഒരു വ്യക്തിയോട് ഒരിക്കലും ഇവരിങ്ങനെ ചോദിച്ചു, ദൈവത്തെ അറിയുമോ? അപ്പോൾ അവർ പറഞ്ഞു, ദൈവം ഉണ്ടെന്നും ത്രിത്വമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ എവിടെയാണാവോ? അപ്പോൾ ഇങ്ങനെ അവരുടെ മറുപടി കേട്ടപ്പോൾ ബർട്ടലോലോങ്കയ്ക്കും അവർക്കെല്ലാം മനസ്സിലായി, ജനങ്ങളെല്ലാം ബോധവൽക്കരിക്കണം, വിശ്വാസം കൊടുക്കണം. അപ്പോൾ അവരങ്ങനെ വിശ്വാസം കൊടുക്കാനുള്ള ശ്രമത്തിലായി. അറിയാത്ത കുടുംബങ്ങളെയെല്ലാം ദൈവത്തിലേക്ക് വളർത്താൻ, യുവജനങ്ങളെ വളർത്താനായിട്ട്, പാവപ്പെട്ടവരെ വളർത്താനായിട്ടെല്ലാം മുൻകൈ എടുത്തു. അപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങളായിട്ടൊക്കെ ചെയ്തു. ആ നാട്ടിലുള്ള പാവപ്പെട്ട കുട്ടികളെയെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓർഫനേജ് സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഒത്തിരിയേറെ തടവുകാരുടെ മക്കളുണ്ട്. അവർക്ക് വഴി ഏതെന്നറിയില്ല. പാരൻസ് എല്ലാം മിക്കവാറും തടവിലായതുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് വഴിയില്ല, നന്മ എന്തെന്നറിയില്ല, പഠിച്ചിട്ടില്ല അധികം ഒന്നും. അപ്പോൾ ഇവർക്കെല്ലാം വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ വിളിച്ചുകൂട്ടി. ഇവർക്ക് വേണ്ടി സ്കൂള് തുടങ്ങി, ഇവർക്ക് വേണ്ടി സ്ഥാപനങ്ങൾ തുടങ്ങി, ഇവർക്ക് വേണ്ടിയും ഓർഫനേജ് തുടങ്ങി. ഇരുത്തി പഠിപ്പിച്ചു, എല്ലാ തരത്തിലും പഠിപ്പിച്ചു. പഠിക്കാനുള്ള വിഷയങ്ങൾ പഠിപ്പിച്ചു, മറ്റു തരം ജോലികൾ പഠിപ്പിച്ചു, കലകൾ പഠിപ്പിച്ചു. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹത്തിന് കലയോട് സ്നേഹമായിരുന്നു, ഇദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. അതുകൊണ്ട് അത് പിള്ളേരെയും അതുപോലെ പഠിപ്പിച്ചു, സ്നേഹത്തിൽ വളർത്തി. ഒന്നുമില്ല, തങ്ങൾ ആരുമല്ല എന്നുള്ള ആ ബോധ്യത്തിൽ നിന്ന് കുട്ടികളെയെല്ലാം രക്ഷിച്ചു. അങ്ങനെ ഒത്തിരിയേറെ നന്മ പ്രവൃത്തികൾ ചെയ്തു. ആ ഇടയ്ക്ക് ഇങ്ങനെ നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ബർട്ടലോലോങ്കയുടെ ഉള്ളിൽ ഒരസ്വസ്ഥത വന്നു. ഞാനൊരു സാറ്റാനിക് പ്രീസ്റ്റ് ആയിരുന്നല്ലോ. കത്തോലിക്ക സഭയിലെ ഒരു പ്രീസ്റ്റ് ആയാൽ, ഒരു വൈദികനായാൽ ആ പൗരോഹിത്യം ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല, അത് നിത്യമാണ്. ഞാനൊരിക്കൽ സാറ്റാന് എന്നെ തന്നെ അടിയറ വച്ചല്ലോ. അതുകൊണ്ട് എൻ്റെ ആത്മാവിൻ്റെ അവകാശി ആ സാറ്റാനാകുമോ? ആ സാത്താൻ എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുമോ? ഞാൻ നരകത്തിൻ്റെ അവകാശിയാകുമോ
ഇങ്ങനെ ഒരു പേടി അങ്ങോട്ട് കയറി, അസ്വസ്ഥമായി. അപ്പം പണ്ടും ഒത്തിരി അസ്വസ്ഥതകൾ വരാറുണ്ട്. നിരാശ, കുറ്റബോധം, സാറ്റാനിക് ആരാധനയിലായിരുന്നപ്പോഴും അങ്ങനെയാണ് വന്നിരുന്നത്. ജീവിക്കണോ മരിക്കണോ, ഇതെന്ത് ജീവിതം, അങ്ങനെയൊക്കെ പണ്ട് തോന്നിയിരുന്നു. ഇപ്പം തൻ്റെ ആത്മാവ് നശിക്കുമല്ലോ എന്നുള്ളൊരു പേടിയാൽ അവിടെ നിരാശ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു വിഷൻ പോലെ പണ്ടത്തെ ഒരു ചിന്തകൾ വന്നു. പണ്ട് പുരോഹിതർ പറഞ്ഞത്, ഒരാത്മാവ് ജപമാലയ്ക്ക് വേണ്ടി തന്നെ തൻ്റെ ജീവിതം സമർപ്പിച്ചാൽ, ജപമാല ഭക്തി എല്ലായിടത്തും പ്രചരിപ്പിച്ചാൽ ആ ആത്മാവ് ഒരിക്കലും നശിക്കില്ല. അങ്ങനെ ഒരു തോന്നൽ പെട്ടെന്നിങ്ങനെ വന്നു. അപ്പോൾ അവിടെ തന്നെ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ദൈവമേ, പരിശുദ്ധ അമ്മേ, ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്ന ആത്മാവ് ഒരിക്കലും നശിക്കുകയില്ല, അവൻ നിത്യനരകത്തിലേക്ക് പോവുകയില്ല, അവൻ സ്വർഗത്തിൻ്റെ സന്തോഷം അനുഭവിക്കും എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ, എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ ഫുൾ ജീവിതത്തെ ജപമാല ഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. അങ്ങനെ അവൻ ജപമാല ഭക്തി പ്രചരിപ്പിക്കാനായിട്ട് ഇറങ്ങി. ഇവൻ്റെ ഈ നന്മയുടെ പാതയിലെല്ലാം ഇവന് ശക്തമായ പ്രാർത്ഥനകളുടെ ഒരു പിൻബലമുണ്ടായിരുന്നു. ഒരിക്കൽ ഇതുപോലെ തന്നെ സംഭവിച്ചു. ഇവൻ തിന്മയുടെ വഴിയിലൂടെ മുന്നേറുമ്പോൾ ഇവനോട് ഇവൻ്റെ അപ്പൻ പറയുന്നത് പോലെ അവൻ തോന്നുകയാണ്. അപ്പൻ മരിച്ചു പോയതാണ് എങ്കിലും തോന്നുകയാണ്, മോനെ മോനെ ബർട്ടലോങ്കോ, ദൈവത്തിലേക്ക് തിരിയ് എന്നിടയ്ക്കിടയ്ക്ക് മുമ്പേ തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഇവൻ എപ്പോഴാണോ ഒരു ക്രൈസിസിൽ കൂടെ പോകുന്നത് അപ്പോഴെല്ലാം ഇവന് ഒരു നന്മയുടെ പ്രചോദനങ്ങൾ ലഭിക്കാറുണ്ട്. ഇവൻ ഉടനെ ബോംബെ പള്ളിയിലേക്ക്, അവിടെ തന്നെയാണ് നേപ്പിൾസിൽ തന്നെ കുറച്ച് ആ ഭാഗത്ത് ഇറ്റലിയിൽ തന്നെ ബോംബെ മാതാവിൻ്റെ പള്ളിയിലേക്ക് പോയി. ഓൾറെഡി അവിടെ ദേവാലയം ഉള്ളതാണ്, പഴയൊരു ദേവാലയം. അവിടെ പോയി. അപ്പം മരിയാനയും കൂടെയുണ്ട്. മരിയാനയുടെ സഹായത്തോട് കൂടിയിട്ട്, മരിയാനയ്ക്ക് പൈസയുണ്ട്, ഇവരുടെ പൈസയെല്ലാം ഉപയോഗിച്ചിട്ട് മരിയാനയും പറഞ്ഞു, നമുക്ക് ദേവാലയം നിർമ്മിക്കാം, നശിച്ചുകൊണ്ടിരിക്കുന്ന അധികം നല്ലതല്ലാത്ത ഈ ദേവാലയത്തെ നമുക്കൊന്ന് പുനരുദ്ധരിക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി 1871 അതിൻ്റെ പുനരുദ്ധാരണം ആരംഭിച്ചു. 73, 76 ആയപ്പോഴേക്കും ഒരുവിധം അതിൻ്റെ പൂർത്തീകരിച്ചു. 76 അത് വീണ്ടും പുതിയൊരു ദേവാലയമാക്കാനുള്ള ഒരു ശ്രമമെല്ലാം നടക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഈ ദേവാലയം ഇനി മാതാവിന് വേണ്ടി നമുക്ക് ഫുള്ളായിട്ട് സമർപ്പിക്കാം, ഇത് ജപമാല റാണിയുടെ ദേവാലയമായിട്ട് മാറ്റാം. ഈ ദേവാലയമാണ് പിന്നെ പ്രസിദ്ധമായ ജപമാല രാജ്ഞി മാതാവിൻ്റെ ദേവാലയമായിട്ട്, ബസിലിക്കയായിട്ട് പിന്നീട് പ്രഖ്യാപിക്കപ്പെട്ടത്. അത് 1931 അങ്ങനെ പ്രഖ്യാപിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലഘട്ട ശേഷം ബസിലിക്കയാണ്. ഇന്നും 10,000-ങ്ങളാണ് ആ ദേവാലയത്തിൽ വരുന്നത്. ഓരോ ദിവസവും 10,000-ങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്, പ്രാർത്ഥിക്കാൻ, ജപമാല പ്രാർത്ഥിക്കാൻ. അന്ന് അവർ പുനരുദ്ധരിച്ച ആ ദേവാലയത്തിൽ ആദ്യമായിട്ടൊരു അത്ഭുതം സംഭവിച്ചു. രോഗിയായ ഒരു സ്ത്രീ തൻ്റെ കുടുംബാംഗങ്ങളോടുകൂടി ആ പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് ആ സ്ത്രീക്കൊരു ദർശനം. മാതാവ് ഉണ്ണിയെ കയ്യിൽ പിടിച്ചുകൊണ്ട്, മാതാവിൻ്റെ കയ്യിലൊരു ജപമാല കൈ പിടിച്ചിങ്ങനെ നീട്ടിക്കൊണ്ടിങ്ങനെ മാതാവ് വരികയാണ്. ഒപ്പം തന്നെ അവിടെ 2 വിശുദ്ധരും കൂടി ചേർന്നിട്ടുണ്ട്, വിശുദ്ധ ഡൊമിനിക്, CNIയിലെ വിശുദ്ധ കാതറിൻ. അങ്ങനെയുള്ളൊരു വിഷൻ കണ്ടു. എന്നിട്ട് മാതാവ് ഇങ്ങനെ പറയുകയാണ്, മോളെ, നീ എന്നെ ജപമാല രാജ്ഞി എന്ന് വിളിച്ചു, ഞാനത് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു. ഈ പേര്, എന്നെ നീ ഏത് പേരിൽ വിളിച്ചാലും നിൻ്റെ സ്നേഹത്തോടു കൂടി എന്നെ വിളിക്കുന്നതെല്ലാം എനിക്കിഷ്ടമാണ്. പക്ഷെ ജപമാല റാണി എന്ന് എന്നെ വിളിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു സ്നേഹപ്രകടനമായിട്ട് നിനക്ക് ഞാൻ സൗഖ്യം തരുന്നു. അങ്ങനെ ഏതാനും ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ യുവതി പരിപൂർണ സൗഖ്യമുള്ളവളായി. അങ്ങനെ ഈ പള്ളിയിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. ഇവരെല്ലാവരും ഒരുമിച്ച്, ബർട്ടലോലോങ്കോയും ബർട്ടലോലോങ്കോയും മറിയാനയും ഈ ഇടവകയിലെ അവിടെയുള്ള നാട്ടിലെ ജനങ്ങളെല്ലാം ഒരുമിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ജപമാലകൾ ചെല്ലാൻ തുടങ്ങി. ബർട്ടലോലോങ്കോയുടെ പ്രത്യേകത ഒത്തിരിയേറെ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ഒരു കയ്യിൽ എപ്പോഴും ജപമാലയുമായിട്ട് നടക്കും, കത്തോലിക്ക വിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കും, ബൈബിള് വായിക്കും. അങ്ങനെ ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തോന്നി, ഈ കൊന്തയുടെ രഹസ്യത്തിൽ ഈ 3 രഹസ്യങ്ങളാണ് നമ്മൾ സാധാരണ ചെല്ലാറുള്ളത് പോലെ അങ്ങനെ പറയാറ്. പക്ഷേ കർത്താവിൻ്റെ ജീവിതം ഞാൻ ധ്യാനിക്കുമ്പോൾ അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണമല്ലോ, അതും ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ.
ഈ എല്ലാ രഹസ്യങ്ങളിലും സന്തോഷം, മഹിമ, ദുഃഖം എന്നിലെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിൻ്റെ ഈ ജീവിതത്തിൻ്റെ പെസഹ രഹസ്യങ്ങളെല്ലാം ആണല്ലോ. കർത്താവിൻ്റെ ജീവിതത്തെയും കൂടി എനിക്ക് ധ്യാനിക്കണമല്ലോ, ഇതിൽ ഉൾപ്പെടുത്തണമല്ലോ എന്നിങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജപമാല ചെല്ലുന്നതിൻ്റെ ഇടയ്ക്ക്. ഇങ്ങനെ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ പോൾ പാപ്പയാണ് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ജപമാലയിലേക്ക് ചേർത്തത്. അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളെ ആദ്യമായിട്ട് ധ്യാനിച്ചതും ചിന്താവിഷയമാക്കിയതും ബർട്ടലോലോങ്കോ എന്ന വിശുദ്ധ വ്യക്തിത്വമാണ്. വിശുദ്ധ ജോൺ പോൾ പാപ്പ ഈ ബർട്ടലോലോങ്കയെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്നതിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു: പ്രിയപ്പെട്ടവരെ, ബർട്ടലോലോങ്കോയാണ് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളെ തൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചത്, ധ്യാനിച്ചത്. അത് ജപമാലയുടെ ഭാഗമാക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങളോട് എടുത്തു പറയുന്നു, ഈ പ്രകാശത്തിൻ്റെ രഹസ്യത്തെ നമ്മുടെ ജപമാലയുടെ ഭാഗമാക്കണം. അന്ന് ആ ചടങ്ങിലും പിന്നീട് 2002 പ്രകാശത്തിൻ്റെ രഹസ്യത്തെ എല്ലാവർക്കുമായിട്ട് തന്നിരിക്കുന്ന ആ നാളിലും ഈ ബർട്ടലോലോങ്കോയുടെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ജപമാലകൾ ചെല്ലാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒത്തിരിയേറെ പുസ്തകങ്ങൾ എഴുതി, കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒത്തിരിയേറെ പ്രാർത്ഥനകൾ എഴുതി, നൊവേനകൾ എഴുതി. 27 ദിവസത്തിൻ്റെ പല ഘട്ടങ്ങളായിട്ട് 3 സെറ്റ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈശോ പറയുന്നുണ്ട്, നന്ദിയുടെയും വേണം, യാചനയുടെയും വേണം. അങ്ങനെ പലതരത്തിലുള്ള നൊവേനകളാക്കിയിട്ടുണ്ട്. ആ പ്രാർത്ഥനകളാണ് ഇന്നും ഒത്തിരിയേറെ ജനങ്ങൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഈ പ്രകാശത്തിൻ്റെ രഹസ്യമാണ് നാം ഇന്നും ചെല്ലുന്നത്. നമുക്കറിയാം ജപമാല ഒരു വ്യക്തിയെ എത്രമാത്രം മാറ്റി എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ ലക്ഷണമാണത്, ഒരു തെളിവാണത്. അപ്പോൾ അങ്ങനെ ആ പോംബെ മാതാവിൻ്റെ പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥനകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഒത്തിരിയേറെ ജനങ്ങൾ മാനസാന്തരപ്പെട്ടു. ഒത്തിരിയേറെ സോഷ്യൽ പ്രവർത്തനങ്ങളും ചെയ്തു. നാട് മുഴുവൻ നന്മ പ്രവർത്തനങ്ങൾ ചെയ്തു. ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ഒത്തിരിയേറെ സ്വത്ത് ഇവരുടെ കയ്യിലുണ്ട്. ഈ പള്ളി ഇങ്ങനെ നടത്തുന്നു, ആളുകൾ ഒത്തിരി വരുന്നു. അപ്പോൾ ആളുകൾ പറഞ്ഞു, സ്വത്ത് ഇവർ ദുർവിനിയോഗം ചെയ്യുന്നു. അതും വിശുദ്ധിയുടെ ഒരു പടിയാണ്. ദൈവം വിശുദ്ധിയിലേക്ക് ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ കൂടെ കടക്കുവാനും അനുവദിക്കും. അപ്പോൾ കുറേ പേര് ഇദ്ദേഹത്തിനെതിരായി ഇങ്ങനെ സമ്പത്ത് വിനിയോഗിക്കുകയാണല്ലോ. അങ്ങനെയെല്ലാം കേട്ടപ്പോൾ ആൾ പറഞ്ഞു, ബർട്ടലോലോങ്കോ പറഞ്ഞു, സമ്പത്തൊന്നും എനിക്ക് വേണ്ട, ഞങ്ങളുടെ ഒരു പ്രവർത്തനവും ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ ഈ സ്വത്ത് മുഴുവൻ സഭയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ പേപ്പൽ സംവിധാനത്തിൻ്റെ കീഴിലേക്ക് ഈ പോംബെ മാതാവിൻ്റെ പള്ളിയെയും തൻ്റെ സ്വത്തും എല്ലാ സ്വത്തും കൊടുത്തു. ഇതിനിടയിൽ ഒരു മറ്റൊരു സംഭവം കൂടി നടക്കുന്നത്, അന്ന് ലിയോ 13 മാർപ്പാപ്പ ആ കാലഘട്ടത്തിൽ കൊന്തയധികം സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു. ആ കാലഘട്ടത്തിൽ പാപ്പ പറഞ്ഞു, ബർട്ടലോലോങ്കോ, ഇപ്പോഴും മരിയന്ന നിങ്ങൾ സന്തോഷമായിട്ട് ഈ പ്രവർത്തനം ഇപ്പോൾ ചെയ്യുന്നു. ഇനി ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയും നിങ്ങളൊരു കാര്യം ചെയ്യുക. ദൈവം നിങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് ഈ പ്രവർത്തനം ചെയ്യാൻ അനുവദിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾ വിവാഹിതരാവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കുടുംബമായിട്ട് ഇത് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ബർട്ടലോലോങ്കോ പറഞ്ഞിരുന്നു, ഞാൻ എന്നെ തന്നെ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതാണ്, ഒരു വിവാഹ ജീവിതം എനിക്ക് വേണ്ട. അപ്പോൾ ഈ പാപ്പയും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ സമ്മതിച്ചു. അപ്പോൾ ഇവർ വിവാഹിതരായി. പക്ഷെ ഇവർ പറഞ്ഞു, നമ്മൾ വിവാഹിതരാണെങ്കിലും നമ്മൾ നിത്യബ്രഹ്മചാരികളായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ വിവാഹിതരാകുന്നത് നമുക്ക് കൂട്ടായ്മയിൽ മറ്റുള്ളവരുടെ ഒരു കൂട്ടായ്മ കിട്ടാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്കൊരു സാക്ഷ്യം നൽകാൻ വേണ്ടിയിട്ട്, ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴികൾ ഒരുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരൊരു വിവാഹ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുന്നത്. അപ്പോൾ ഇവർ തങ്ങൾക്കുള്ളതെല്ലാം ഒരുമിച്ച് സഭയോട് ചേർന്ന്, ജനത്തോട് ചേർന്ന്, സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ, സ്നേഹപ്രവർത്തനങ്ങളിലൂടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജപമാലയുടെ വലിയ വക്താക്കളായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന് വേണ്ടി മാത്രമാണ് ഇവർ ജീവിച്ചത്. ഇവർ പറയും, നമുക്ക് നിത്യവും നമ്മുടെ ജീവിതം ലാസ്റ്റ് മൊമെൻ്റ് വരെ ദൈവത്തിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാമെന്ന്. ഒത്തിരിയേറെ വാചകങ്ങൾ പറയുന്നുണ്ട്. മാതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ബർട്ടലോലോങ്കയിലുണ്ട്. പരിശുദ്ധ അമ്മേ, നീയാണ് സ്വർഗവുമായിട്ട് ഞങ്ങളെ അനുരഞ്ജനപ്പെടുത്തുന്നത്. ജപമാല രാജ്ഞി, നീയാണ് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നത്. അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തിന്മയുടെ പിടിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നത് നീയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ജപമാലയോട് ചേർത്ത് വയ്ക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടം വരെ സദാസമയവും ജപമാല കൈകളിലേന്തി, ഒരു കൈയിൽ ജപമാലയും മറുകൈയിൽ വിശുദ്ധ
ഗ്രന്ഥവും വിശുദ്ധവുമായിട്ടുള്ള പഠനങ്ങളുടെ എഴുത്തും പേനയുമായിട്ടാണ് മുന്നോട്ട് നീങ്ങിയത്. ഇദ്ദേഹത്തിന് സഭ തന്നെ കുറേ അംഗീകാരങ്ങൾ ജീവിതകാലത്ത് നൽകി. തനിക്ക് 85 വയസ്സാകുന്നു. 1826 ഒക്ടോബർ 5 തൻ്റെ ആത്മാവിനെ എന്നേക്കുമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ജീവിതം മുഴുവൻ ദൈവത്തിനു വേണ്ടി, ദൈവജനത്തിനു വേണ്ടി പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് സമർപ്പിച്ചത്. എന്നും മാർപ്പാപ്പമാരെല്ലാം ഇദ്ദേഹത്തിൻ്റെ അത്യത്ഭുതകരമായ ഈ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ വ്യക്തിത്വം ബെർട്ടലോ ലോങ്കോ മാതാവിനെ സ്നേഹിച്ച മാതാവിൻ്റെ സ്നേഹത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചതുപോലെ നമുക്കും ദൈവസ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. എപ്പോഴും ബെർട്ടലോ ലോങ്കോ പറയുന്നത് മാതാവിലൂടെ യേശുവിലേക്ക്, ദൈവത്തിലേക്ക്. നമുക്കും മാതാവിനെ കൂട്ടുപിടിച്ച് യേശുവിലേക്ക്, ദൈവത്തിലേക്ക് മുന്നേറാം. ഏത് ജീവിതമായാലും എത്ര നെഗറ്റീവായിട്ട് പോയാലും അവിടെ ദൈവത്തിൻ്റെ വലിയ ഇടപെടലിലൂടെ, നമ്മുടെ സഹകരണത്തിലൂടെ നന്മയിലേക്ക് വരാം, വിശുദ്ധിയിലേക്ക് വരാം. പാപിയിൽ നിന്ന് വിശുദ്ധനിലേക്ക് ഉള്ള ദൂരം വളരെ കുറവാണ്. നാം ഒന്ന് മനസ്സായാൽ മതി, ഒന്ന് സമർപ്പിച്ചാൽ മതി, പൂർണ്ണമായിട്ടും ദൈവത്തെ ഏറ്റെടുത്താൽ മതി എന്ന് ഈ വിശുദ്ധ ജീവിതം നമുക്ക് സാക്ഷ്യം നൽകുന്നു. ഈ വിശുദ്ധ വ്യക്തിത്വത്തിൻ്റെ വലിയ മാധ്യസ്ഥം എല്ലാ യുവജനങ്ങളുടെ മേലും, തിന്മയിലേക്ക് പോകുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും തിന്മയുടെ എല്ലാ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഈ ജീവിതത്തിൽ നമുക്ക് അതാണ് വ്യക്തമാകുന്നത്. എല്ലാവരുടെയും ഒത്തൊരുമിച്ച പ്രാർത്ഥനയാണ് ഈ ലോകത്തിലെ ഓരോ ആത്മാവിനെയും തിന്മയിൽ നിന്ന് രക്ഷിക്കുന്നത്. ഈ വിശുദ്ധരുടെ കൂട്ടായ്മ, വിശുദ്ധ വ്യക്തിയായ ബെർട്ടലോ ലോങ്കോയുടെ മാധ്യസ്ഥം നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും തിരുനാൾ ആശംസകൾ നേരുന്നു.